വേദിയിൽ ഒരു കൗമാരക്കാരി മതിമറന്ന് നൃത്തം ചെയ്യുകയാണ്. അവളെ കണ്ട് ആസ്വദിക്കുന്ന പല പ്രായത്തിലുള്ള പെൺമനസ്സുകൾ എന്തായിരിക്കും? ക്യാമറാമാൻ സുൽത്താന്റെ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്ത ദൃശ്യങ്ങൾക്കാണ്. വേദി 1 സൂര്യകാന്തി. കസവ് വേഷം ധരിച്ച് മുല്ലപ്പൂ ചൂടി ലാസ്യഭംഗിയുള്ള ചുവടുകളോടെ തിരുവാതിരകളി. അത്ഭുതത്തിന്റെ ആദ്യ നോട്ടം. പഠിച്ച് ചുവട് വെക്കാനുള്ള താല്പര്യം മനസ്സിൽ വന്നു. ഇത് പഠിക്കണോ, അഭ്യസിക്കണോ? വർഷങ്ങൾക്ക് ശേഷം ഞാനും അരങ്ങിൽ വരും, മനസ്സുറപ്പിച്ചു. സമപ്രായക്കാർ നൃത്തം ചെയ്യുന്നു. സമയം കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് ഇത്ര നാൾ പഠിച്ചെടുക്കാൻ പ്രയത്നിച്ചില്ല എന്ന വിഷയം മാത്രം. ഇഷ്ടം വലുതാണ്. ഒരിക്കൽ നൃത്തം ചെയ്താൽ എങ്ങനെയിരിക്കും എന്ന ചിന്ത. ഇതെനിക്ക് കഴിയുമോ എന്ന ചോദ്യം. കയ്യിൽ കുഞ്ഞുമായി കാണികൾക്കിടയിൽ. ചുവടുകൾ മാറിയിട്ടില്ല, പക്ഷെ ജീവിതം മാറിയിരിക്കുന്നു. അതേ നൃത്തം അവൾ ഒരിക്കൽ സ്വപ്നം കണ്ടത്. കല ഇപ്പോഴും ഉള്ളിൽ ബാക്കിയുണ്ടെന്നുള്ളത് ആശ്വാസം. പക്ഷേ ഉത്തരവാദിത്തം. കുഞ്ഞുകുട്ടിയായി വേദിയിലിരുന്നപ്പോൾ ഉണ്ടായിരുന്ന എല്ലാ വികാരങ്ങളും മുഖത്ത്. അവളുടെ മനസ്സിൽ സ്വപ്നങ്ങൾ പൂർത്തിയായ സന്തോഷം. വേദിയിൽ കളിച്ചത് മകൾ മാത്രമല്ല, അവൾ കൂടിയാണ്. കലയ്ക്ക് അതിർത്തിയില്ല. ഭാഷയും ശൈലിയും അറിയില്ലെങ്കിലും കൂട്ടത്തിൽ ഒരുവളായി ആസ്വാദനം. ജീവന് ആദ്യത്തെ സ്പർശം നൽകിയ കൈ, ജീവൻ നിറഞ്ഞ കണ്ണുകൾ. പഴയ തെളിമയോടെ ചുവടുകൾ കാണാൻ കഴിയില്ല, എങ്കിലും ചുവടുകൾ മനസ്സിൽ അടുത്ത് കാണാം. പതിറ്റാണ്ടുകൾ എത്ര വേഗമാണ് കടന്നുപോയത്. ഓർമ്മയുടെ വേലിയേറ്റം. സ്വപ്നങ്ങളെ കണ്ണുകളിൽ ഒളിപ്പിച്ച നിശബ്ദത. ഇഷ്ടങ്ങൾ ആരും ആരാഞ്ഞില്ല. അവരുടെ ആസ്വാദനത്തിൽ ഉണ്ട് ഹൃദയത്തിൽ ഒളിപ്പിച്ച സ്വപ്നങ്ങൾ. വേദിക്ക് പുറത്ത് ചിരിക്കുന്ന മുഖങ്ങൾ കയ്യിലേന്തി ജീവിതങ്ങളെ കൂട്ടിമുട്ടിക്കുന്ന ഒരമ്മ. ദേശവും ഭാഷയും അറിയില്ലെങ്കിലും ജീവിതമെന്ന കലയെ അനുഭവിച്ചറിഞ്ഞവൾ. നൃത്തം തുടരുന്നു. ചിലർക്ക് നഷ്ടബോധം, ചിലർക്ക് ആസ്വാദനം, ചിലർക്ക് സന്തോഷം. നൃത്തം ചെയ്തില്ലെങ്കിലും നൃത്തം എന്നെ വിട്ടുപോകില്ല എന്ന തിരിച്ചറിവ്. സ്ത്രീയുടെ കലയോടുള്ള അഭിനിവേശം അലങ്കാരമല്ല, അത് പ്രതിരോധമാണ്, ഓർമ്മയാണ്, സ്വാതന്ത്ര്യമാണ്.